അങ്ങനെ നമ്മളിതാ ഉബൂദിലെത്തിയിട്ടുണ്ട്. സെമാന റെസിഡൻസ് ബൈ കോ എന്ന് പറഞ്ഞിട്ടുള്ള അടിപൊളി പ്രോപ്പർട്ടിയിലാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത്. അവിടെ നിന്നുള്ള വ്യൂ ആണ് ഇതെല്ലാം. ഇതാണ് ഞങ്ങളുടെ റൂം. ബാലിയിൽ വന്ന് സ്റ്റേ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഇവിടെ തന്നെയാണ്. ഇവിടുത്തെ റിസപ്ഷനിസ്റ്റ് തന്നെ ഞങ്ങൾക്ക് ഒരു റെൻഡേ ബൈക്ക് സെറ്റ് ആക്കി തന്നു. അപ്പോൾ അതും ഞങ്ങൾ റെന്റ് ചെയ്തിട്ട് ഇത് പുറത്തേക്ക് പോവുകയാണ്. പുറത്തിറങ്ങിയപ്പോൾ തൊട്ട് നല്ല മഴയാണ്. അപ്പോൾ ഞങ്ങൾ സൈഡിൽ കയറി നിന്നതാണ്. മഴയൊക്കെ ഒന്ന് തോർന്നപ്പോൾ ഇതാ ഈ ചേച്ചിയുടെ അടുത്ത് വന്ന് നാളത്തേക്കുള്ള ATV റൈഡ് ബുക്ക് ചെയ്യുകയാണ്. കുബേർ എന്ന് പറഞ്ഞ ATV ആണ് ബുക്ക് ചെയ്തത്. ഈ ചേച്ചി നല്ല ഡിസ്കൗണ്ട് ഒക്കെ തന്നിട്ടുണ്ട്. എന്നിട്ട് നേരെ ഒരു കഫേയിൽ കയറി ഫുഡും കഴിച്ച് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു മസാജ് സെന്ററിൽ പോയി ഒരു മസാജും ചെയ്ത് ഞങ്ങൾ ഇതാ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ നേരെ പോകുന്നത് ഒരു പാലസിലേക്കാണ്. ഇതാണ് ഉബൂദ് പാലസ്. അത്ര അടിപൊളിയായിട്ടൊന്നും തോന്നാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു കഫേയിൽ വന്നതാണ്. ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും ഇതുപോലത്തെ അടിപൊളി കഫേകളാണ്. അതുപോലെ തന്നെ നല്ല ഫുഡുമാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ നേരെ പോയിട്ടുള്ളത് ദ ഗ്രേറ്റ് ബാലി സ്വിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അലാസ് ഹരും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് വന്നിട്ടുള്ളത്. ഇവിടത്തേക്ക് ഒരു എൻട്രി ഫീസ് ഉണ്ട്. അത് മാത്രമല്ല സ്വിങ് ചെയ്യാൻ വേറെ എക്സ്ട്രാ പേയ്മെന്റും ഉണ്ട്. ഇതാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാറുള്ള ദ ഗ്രേറ്റ് ബാലി സ്വിങ്. സ്വാതി മാത്രമേ സ്വിങ് ചെയ്യുന്നുള്ളൂ. അവള് ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയിട്ടുണ്ട്. സ്വിങ് മാത്രമല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനുള്ള അടിപൊളി സ്ഥലങ്ങൾ വേറെ ഇവിടെ ഉണ്ട്. അങ്ങനെ അടുത്തത് ഞങ്ങളുടെ നമ്പർ ആയിരുന്നു. അവർക്ക് നല്ല പേടിയുണ്ട്, എന്നാലും അത്യാവശ്യം നല്ല വീഡിയോയും ഫോട്ടോസും ഒക്കെ കിട്ടി. ഇവിടെ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. വളരെ എക്സൈറ്റഡ് ആണ്.